സൗദി ഫാമിലി വിസിറ്റ് വിസ ഓൺലൈനിൽ അപ്ലൈ ചെയ്ത് ഏകദേശം നമ്മൾ ചേംബറൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു മാക്സിമം പോയാൽ ഒരു 3 ഡേയ്സിനുള്ളിൽ തന്നെ നമുക്ക് ഫാമിലി വിസിറ്റ് വിസ നമുക്ക് വിസ ഇറങ്ങലുണ്ടായിരുന്നു. അപ്പോൾ ഈ ഇടയായിട്ട് നമുക്ക് ഒരുപാട് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. ഈ ഫാമിലി വിസിറ്റ് വിസ അതായത് സൗദി ഫാമിലി വിസിറ്റ് വിസ അപ്ലൈ ചെയ്ത് ചേംബറൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടും വിസ ഇറങ്ങാത്തൊരവസ്ഥ നിലവിലുണ്ട്. ചിലർക്ക് ഒരാഴ്ച അല്ലെങ്കിൽ 2 വീക്കൊക്കെ ഇതേപോലെ തന്നെ ഡിമാൻഡ് അണ്ടർ മെഷർ എന്ന് പറഞ്ഞിട്ട് സ്റ്റിൽ സ്റ്റക്കായി കിടക്കുന്നുണ്ട്. ചില ആളുകൾക്ക് ഒന്നും വരുന്നില്ല. ഈ അതായത് ചേംബർ ചെയ്ത ഡേറ്റ് മാത്രം കാണിക്കുന്ന ഒരവസ്ഥ ഉണ്ട്. അപ്പോൾ ഏറ്റവും നല്ല സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇവിടെ ടെക്നിക്കൽ സപ്പോർട്ട് എന്നുള്ളൊരു ഓപ്ഷൻസ് കാണാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒന്നുകിൽ അവരുടെ ഇമെയിൽ കിട്ടും, അല്ലെങ്കിൽ അവരുടെ അതായത് ടോൾ ഫ്രീ നമ്പർ ഉണ്ടാവും, അതിൽ കോൺടാക്ട് ചെയ്യാം. ഇത് ഒരു ടെക്നിക്കൽ ഇഷ്യൂ എന്നാണ് ഇപ്പോൾ പൊതുവിൽ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. പരമാവധി മാക്സിമം നിങ്ങൾ വെയിറ്റ് ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് തിങ്കൾ മുതൽ ബുധൻ വരെയുള്ള ദിവസങ്ങളിൽ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഈ വ്യാഴം വെള്ളി ഈ ദിവസങ്ങളൊക്കെ വീക്കെൻഡ് ആണ്. അതുകൊണ്ട് നമ്മൾ വിസ ഇറങ്ങുന്നതിന് കുറച്ച് കാലതാമസം എടുക്കാനുള്ള സാധ്യത ഉണ്ട്. അതേപോലെ തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്ത് മാക്സിമം അതായത് മിനിമം അന്ന് തന്നെ പരമാവധി അപ്ലൈ ചെയ്ത് അന്ന് തന്നെ നിങ്ങൾ ചേംബർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അല്ലെങ്കിൽ പിറ്റേ ദിവസം. ഒരുപാട് ദിവസം നീണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് വിസ ഇറങ്ങുന്നതിന് അതേപോലെ തന്നെ കാലതാമസം പിടിക്കും. അപ്പോൾ ചില ആളുകളൊക്കെ നമ്മുടെ സൗദി ഫാമിലി വിസിറ്റ് വിസ അപ്ലൈ ചെയ്ത് 1 വീക്ക് അല്ലെങ്കിൽ 2 വീക്ക് കഴിഞ്ഞിട്ട് ചേംബർ ചെയ്യുന്ന ആളുകളുണ്ട്. കാരണം വെച്ചാൽ കഫീലൊക്കെ ചിലപ്പോൾ പല സ്ഥലങ്ങളിലേക്ക് അവർ വരേണ്ടി വരും ചേംബർ ചെയ്യാൻ, അല്ലെങ്കിൽ പല ഇഷ്യൂസും കാരണം. അപ്പോൾ അങ്ങനെ വരാണ്ടിരിക്കുക. മാക്സിമം പോയാൽ പിറ്റേ ദിവസം നമ്മൾ അപ്ലൈ ചെയ്ത് പിറ്റേ ദിവസം തന്നെ നിങ്ങൾ ഇത് ചേംബർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ അപ്ലൈ ചെയ്ത് ചില ആളുകൾക്ക് വിസ കിട്ടി. അതായത് വിസ പേപ്പറിൽ നമ്മുടെ അതായത് സ്പോൺസർ നെയിം ഇംഗ്ലീഷിലാണ് മെയിനായിട്ട് വരുന്നതെന്ന് തോന്നുന്നു. ഇംഗ്ലീഷ് നെയിമിലൊക്കെ സ്പോൺസർ ഇംഗ്ലീഷ് നെയിമിൽ ചെറിയ പ്രോബ്ലംസ് വരുന്നുണ്ട്. ഒന്നെങ്കിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ഘടനകളിൽ അതായത് പേര് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കിടക്കുന്ന ഒരു അവസ്ഥ നിലവിലുണ്ട്. ഇതെല്ലാം തന്നെ ഈ വെബ്സൈറ്റിൽ വന്നിട്ടുള്ള ചെറിയൊരു മിസ്റ്റേക്ക് ആണ്.